ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കുടുംബശ്രീയിലും മഹിളാ സമഗ്ര സൊസൈറ്റിയിലും കൂടാതെ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലും വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ്. കരാർ നിയമനമാണ് വന്നിട്ടുള്ളത്. വിവിധ ജില്ലകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം കുടുംബശ്രീയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. കുടുംബശ്രീ സംസ്ഥാന ജില്ലാ മിഷനുകളിൽ സ്റ്റേറ്റ് അസിസ്റ്റന്റ് പ്രോഗ്രാം മാനേജർ, ജില്ലാ പ്രോഗ്രാം മാനേജർ തസ്തികയിലേക്കാണ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ഒരൊഴിവാണ് വന്നിട്ടുള്ളത്. ഇടുക്കി ജില്ലയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത്. ഒഴിവുകളുടെ എണ്ണത്തിൽ മാറ്റം ഉണ്ടായേക്കാം. കരാർ നിയമനമാണ് വന്നിട്ടുള്ളത്. കരാറിൽ ഏർപ്പെടുന്ന ദിവസം മുതൽ ആ സാമ്പത്തിക വർഷം അവസാനിക്കുന്ന തീയതി വരെയായിരിക്കും കരാർ കാലാവധി ഉണ്ടായിരിക്കുക. വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് അഗ്രികൾച്ചറിലുള്ള ബിരുദമാണ്. കൂടാതെ സർക്കാർ, അർദ്ധ സർക്കാർ വകുപ്പുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സർക്കാർ അംഗീകൃത സ്വയംഭരണ സ്ഥാപനങ്ങൾ, മറ്റ് സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ പ്രോജക്റ്റുകൾ എന്നിവയിൽ കാർഷിക മേഖലയിലോ കുടുംബശ്രീ മിഷനിലോ 3 മുതൽ 5 വർഷത്തെ വരെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. പ്രായപരിധി വരുന്നത് 31/10/2024 40 വയസ്സിൽ കൂടാൻ പാടില്ല. പ്രതിമാസ വേതനം 30,000 രൂപയാണ് ലഭിക്കുന്നത്. അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ 500 രൂപ പരീക്ഷാ ഫീസ് അടയ്ക്കേണ്ടതാണ്. ഇനി ഇതിൻ്റെ നിയമന പ്രക്രിയ നോക്കുകയാണെങ്കിൽ അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളിൽ നിന്നും നിങ്ങളുടെ ബയോഡേറ്റ സ്ക്രീനിംഗ് നടത്തി യോഗ്യതയും പ്രവൃത്തി പരിചയവും പരിഗണിച്ച് യോഗ്യരായവരെ അഭിമുഖത്തിന് വിളിച്ച് അവരിൽ നിന്നും അനുയോജ്യരായ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും. ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കൂടുതലാണെങ്കിൽ എഴുത്തു പരീക്ഷയും ഇൻ്റർവ്യൂവുമോ അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ഇൻ്റർവ്യൂവുമോ ആണ് ഉണ്ടായിരിക്കുക. അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുകൾ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷകൾ www.cmd.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായിട്ടാണ് സമർപ്പിക്കേണ്ടത്. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി 6/12/2024 വൈകുന്നേരം 5 മണി വരെയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് താഴെ നോട്ടിഫിക്കേഷൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കുക. അടുത്തത് പാലക്കാട് ജില്ലയിൽ കുടുംബശ്രീ സംഘടനാ സംവിധാനവുമായി ബന്ധപ്പെട്ട് പബ്ലിക് റിലേഷൻസ് പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് PR ഇന്റേണിനെ നിയമിക്കുന്നുണ്ട്. ജേർണലിസം അല്ലെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ടെലിവിഷൻ ജേർണലിസം അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻസ് എന്നിവയിൽ ഏതിലെങ്കിലുമുള്ള PG ഡിപ്ലോമയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. സ്വന്തമായി വീഡിയോ സ്റ്റോറികൾ ഷൂട്ട് ചെയ്ത് തയ്യാറാക്കാൻ കഴിയുന്നവർക്കും മുൻഗണന നൽകുന്നതായിരിക്കും. 1 വർഷ കാലയളവിലേക്ക് പ്രതിമാസം 10,000 രൂപ സ്റ്റൈപ്പൻഡോട് കൂടിയാണ് നിയമനം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വെള്ള പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം ഡിസംബർ 6 വൈകിട്ട് 4 മണിക്ക് മുമ്പായി പാലക്കാട് സിവിൽ സ്റ്റേഷനിലുള്ള കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്ററുടെ ഓഫീസിൽ സമർപ്പിക്കണം. അടുത്തത് കണ്ണൂർ ജില്ലയിൽ എടക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2023-24 വാർഷിക പദ്ധതിയിൽ പെരളശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ നിർമ്മിച്ച RRF കേന്ദ്രം പ്രവർത്തിപ്പിക്കുന്നതിന് 4 തൊഴിലാളികളെ നിയമിക്കുന്നുണ്ട്. 3 ഫീമെയിൽ 1 മെയിൽ കാൻഡിഡേറ്റ്സിനാണ് ഒഴിവ് വന്നിട്ടുള്ളത്. ഇന്റർവ്യൂ നടക്കുന്നത് ഡിസംബർ 3 രാവിലെ 11 മണിക്ക് എടക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലാണ്. യോഗ്യത 18 വയസ്സ് തികഞ്ഞിരിക്കണം. പരിസരവാസികൾക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് അവരുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് ആലപ്പുഴ ജില്ലയിൽ ഗവൺമെന്റ് TD മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലെ താൽക്കാലിക ഒഴിവിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. പ്രതിമാസ വേതനം 15,000 രൂപയാണ് ലഭിക്കുന്നത്. എഴുത്തു പരീക്ഷയുടെയും അഭിമുഖത്തിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും നിയമനം നടത്തുന്നത്. 2024 ഡിസംബർ 1 40 വയസ്സ് കവിയരുത്. ക്വാളിഫിക്കേഷൻ വരുന്നത് ഗവൺമെൻറ് അംഗീകൃത ബിരുദവും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലുള്ള ഡിപ്ലോമയുമാണ്. കൂടാതെ ഡാറ്റ എൻട്രിയിൽ 1 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. വിശദ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കേരള മഹിളാ സമഗ്ര സൊസൈറ്റിയുടെ നിയന്ത്രണത്തിൽ വനിതാ ശിശു വികസന വകുപ്പിന്റെ സഹായത്തോടെ വയനാട് ജില്ലയിൽ പ്രവർത്തിക്കുന്ന എൻട്രി ഹോം ഫോർ ഗേൾസിൽ ഹോം മാനേജർ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനത്തിന് വാക്കിൻ ഇന്റർവ്യൂ നടത്തുന്നുണ്ട്. അപ്പോൾ നിർദ്ദിഷ്ട യോഗ്യതയുള്ള സ്ത്രീ ഉദ്യോഗാർത്ഥികൾ വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത, പ്രായം, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും അതിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും സഹിതം 2/12/2024 രാവിലെ 10:30 കേരള മഹിളാ സമഗ്ര സൊസൈറ്റിയുടെ വയനാട് ജില്ലാ ഓഫീസിൽ വെച്ച് നടത്തുന്ന ഇന്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതാണ്. ഒരൊഴിവാണ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് MSW അല്ലെങ്കിൽ MA സോഷ്യോളജി അല്ലെങ്കിൽ MA സൈക്കോളജി അല്ലെങ്കിൽ MSc സൈക്കോളജിയാണ്. പ്രായപരിധി വരുന്നത് 25 വയസ്സ് പൂർത്തിയാകണം. 30-നും 45-നും മധ്യ പ്രായപരിധിയിലുള്ളവർക്ക് മുൻഗണന നൽകുന്നതാണ്. പ്രതിമാസ വേതനം 22,500 രൂപ ലഭിക്കുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് അവരുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്,
അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.